ഒരു ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറുകൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. പ്രഭാത സമയത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. പകൽ സമയത്തിന്, അതുപോലെ തന്നെ സന്ധ്യാസമയത്തിന്, രാത്രി സമയത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അത് ദൈവം തന്നെ ഒരുക്കിയിട്ടുള്ള പ്രത്യേകതകളാണ്. മനുഷ്യജീവിതത്തിന് അനുപേക്ഷണീയമായ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ പ്രത്യേകതകളുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, അർദ്ധരാത്രി കഴിയുമ്പോഴാണല്ലോ ഒരു ദിവസം ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുന്ന സമയം മുതൽ ഓരോ മണിക്കൂറിൻ്റെയും പ്രത്യേകത പരിശോധിച്ചാൽ വലിയ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രാത്രി 12 മണി വരെ നമുക്ക് അനുഭവപ്പെടുന്ന ഇരുട്ടിൻ്റെ കാഠിന്യം അല്പാൽപ്പം കുറഞ്ഞു വരുന്നതും അന്തരീക്ഷം മാറി മാറി വരുന്നതും വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെ നേരം പ്രഭാതമായി വരുമ്പോഴേക്കും ഇരുട്ടിൻ്റെ ഗാഢത കുറഞ്ഞു വന്ന് ആ പ്രഭാത സമയത്ത് നേരിയ പ്രകാശത്തിലൂടെ ഭൂതലത്തെ മുഴുവൻ പ്രകാശിപ്പിച്ച് ഏതാണ്ട് ഉച്ചസമയമാവുമ്പോഴേക്ക് ആ പ്രകാശം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചേരുകയും അതിനുശേഷം പ്രകാശത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരികയും സന്ധ്യാസമയമാകുമ്പോൾ വീണ്ടും പ്രകാശത്തിൻ്റെ ഗാഢത കുറഞ്ഞ് ഇരുൾ പരക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ കാര്യം ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇത് വളരെയേറെ കൗതുകകരമായിട്ട് തോന്നാം. എന്തിനാണ് വാസ്തവത്തിൽ ദൈവം ഈ നിലയിൽ ഒരു സമയത്തെ ക്രമീകരിച്ചിരിക്കുന്നത്? ഒരു ദിവസത്തിൻ്റെ വിവിധ മണിക്കൂറുകളെ പലവിധ വ്യത്യാസങ്ങളോടുകൂടെ, പ്രത്യേകിച്ച് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ക്രമീകരിച്ച് ഈ ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാകാം? ഇതിനെല്ലാം കൃത്യമായ ഉത്തരം ബൈബിളിൽ തന്നെ ഉണ്ട്. 104-ാം സങ്കീർത്തനം 20 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തൻ്റെ വേലയ്ക്കായി തന്നെ. നോക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്രമാത്രം അത്ഭുതാവഹമാണ്. ഓരോ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. രാത്രി സമയത്തിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. അതാണ് നാം ഇപ്പോൾ വായിച്ചത്. കാട്ടുമൃഗങ്ങൾ സഞ്ചാരം ആരംഭിക്കുന്ന സമയം, അവ ദൈവത്തോട് ആഹാരം ചോദിക്കുമ്പോൾ അതതിൻ്റെ ആഹാരം ദൈവം നൽകിക്കൊടുക്കുന്നതായ സമയം. അതേസമയം പകലിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ തൻ്റെ വേലയ്ക്ക് പുറപ്പെടുന്നു, അവൻ്റെ ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ അവൻ വ്യാപൃതനാകുന്ന സമയം. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറുകൾക്കും അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ട്. പകലത്തെ അധ്വാനമെല്ലാം കഴിഞ്ഞ് മനുഷ്യൻ ശാന്തമായി വിശ്രമിക്കുന്നതിന് വേണ്ടി, ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള സമയമാണ് രാത്രി സമയം. സന്ധ്യയാകുന്നതോടുകൂടെ പ്രകാശമെല്ലാം മാറി നേരിയ ഇരുട്ട് പരന്ന് ആ ഇരുട്ടിൻ്റെ ഗാഢത വർദ്ധിച്ചു വന്ന് നല്ല ഇരുട്ടായി കഴിയുമ്പോൾ മനുഷ്യൻ സാവധാനം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. കാരണം ബാഹ്യമായ അവൻ്റെ കാഴ്ച സാവധാനത്തിൽ ഇല്ലാതെയാക്കി കൊണ്ടുവന്ന് അവനെ ഉറക്കത്തിലേക്ക് ദൈവം തന്നെ നയിക്കുന്നു. നമുക്കറിയാം, സന്ധ്യാസമയമാകുമ്പോൾ ദൂരെയുള്ള കാര്യങ്ങളാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കാതെ വരുന്നത്. അങ്ങനെ ദൂരെയുള്ള കാര്യങ്ങൾ, മലകൾ, വൃക്ഷങ്ങൾ, കെട്ടിടങ്ങൾ, ഇതെല്ലാം നമ്മുടെ കാഴ്ചയ്ക്കപ്പുറത്തേക്ക് മാറുകയാണ്. അങ്ങനെ കാഴ്ച സാവധാനത്തിൽ ഇല്ലാതെയാക്കി കൊണ്ടുവന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ മാത്രം നമ്മുടെ കാഴ്ച കേന്ദ്രീകരിച്ച് അതും കുറേ സമയമാകുമ്പോഴേക്ക് ഇല്ലാതെയാക്കി പൂർണ്ണമായും ഇരുട്ട് വരുത്തി നമ്മെ ഉറക്കത്തിലേക്ക് സാവധാനം നയിക്കുന്ന സമയമാണല്ലോ രാത്രി സമയം. അങ്ങനെ ദൈവം നമുക്ക് ഇരുട്ട് വരുത്തി തരുന്നത് എന്തിനു വേണ്ടിയാണ്? സാവധാനം ഉറങ്ങുന്നതിന് വേണ്ടി, ശാന്തമായി ഉറങ്ങുന്നതിന് വേണ്ടി, മനസ്സും ശരീരവും വിശ്രമിക്കുന്നതിന് വേണ്ടി. അങ്ങനെ വിശ്രമത്തിലേക്ക് നാം പോകുന്നതിന് വേണ്ടി ദൈവം നമുക്കൊരുക്കിയിട്ടുള്ള അനുഗ്രഹകരമായ ഒരവസ്ഥയാണ് ഈ രാത്രി അല്ലെങ്കിൽ ഇരുൾ എന്ന് പറയുന്നത്. ദീർഘദൂരം ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഓവർനൈറ്റ് യാത്ര വരുമ്പോൾ, അതായത് തുടർച്ചയായി 16, 17, 18 മണിക്കൂറുകൾ പറക്കേണ്ടതായി വരുന്ന സമയത്ത് അവർ ചെയ്യുന്നതായ ഒരു കാര്യമുണ്ട്. യാത്രക്കാർക്ക് ഭക്ഷണമൊക്കെ സെർവ് ചെയ്തതിന് ശേഷമായി
ഫ്ലൈറ്റിനുള്ളിലെ ലൈറ്റ് സാവധാനത്തിൽ അണഞ്ഞു വരികയാണ്. ഒരു ദിവസം എങ്ങനെ എരിഞ്ഞടങ്ങുന്നുവോ അതേപോലെ ആ ലൈറ്റ് വളരെ സാവധാനത്തിൽ അണഞ്ഞു വരികയാണ്. അങ്ങനെ ലൈറ്റെല്ലാം അണഞ്ഞു കഴിയുമ്പോൾ വിൻഡോ ഷട്ടറുകൾ അടയ്ക്കുവാൻ അവരാവശ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ്? ഫ്ലൈറ്റിനുള്ളിൽ കൃത്രിമമായി ഒരു രാത്രി സൃഷ്ടിക്കുകയാണ്. നമുക്കുറങ്ങുവാനായിട്ടുള്ള സമയം, ശാന്തമായി കിടന്നുറങ്ങുവാൻ നമ്മെ അനുവദിക്കുന്നു. അങ്ങനെ ശാന്തമായി നാം ഉറങ്ങുവാൻ തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പോഴാണ് പലതും നാം ചിന്തിക്കുന്നത്. പകൽ സമയത്തെ കാര്യങ്ങളെപ്പറ്റി, കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെപ്പറ്റി, നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒക്കെ നാം സ്വയം വിചിന്തനം ചെയ്യുന്നതായ ഒരു സമയമാണത്. അങ്ങനെ നാം സാവധാനത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴാം. ശാസ്ത്രം പറയുന്നത് നല്ല ആരോഗ്യത്തിന് വേണ്ടി ഏകദേശം 6-7 മണിക്കൂറുകൾ നാം ഉറങ്ങണം എന്നാണ്. ഉറക്കം ഇല്ലാതെ വരുന്നത് അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. നല്ല ഉറക്കം ലഭിക്കുന്നത് ആരോഗ്യത്തിൻ്റെ ലക്ഷണവുമാണ്. 6-7 മണിക്കൂറുകൾ നാം തുടർച്ചയായി ഉറങ്ങേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉറങ്ങി ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്തെ സംബന്ധിച്ച് തിരുവചനം എന്താണ് പറയുന്നത്? 119 സങ്കീർത്തനം 147 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനകർത്താവ് പറയുകയാണ്, ഉദയത്തിന് മുൻപേ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഒരു ശീലമായിരിക്കുന്നു. എന്താണ് ഈ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ ഈ സങ്കീർത്തനക്കാരനെ പ്രേരിപ്പിക്കുന്ന വസ്തുത? ഉദയത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഉദയത്തിന് മാത്രം അവകാശപ്പെടാവുന്ന 3 പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് മൃദുവായ പ്രകാശമാണ്. വളരെ സാവധാനതയോടുകൂടെ വളരെ മൃദുവായ പ്രകാശം, അതായത് സോഫ്റ്റ് ലൈറ്റ്, അത് അനുഭവപ്പെടുന്നതായൊരു സമയമാണല്ലോ പ്രഭാത സമയം. രണ്ടാമത്തേത് സമാധാനപരമായ ഒരു അന്തരീക്ഷം, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, അത് അനുഭവപ്പെടുന്ന സമയം പ്രഭാത സമയം മാത്രമാണ്. മൂന്നാമത്തേത് പ്രകൃതി തന്നെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയമാണ്. കിളികളൊക്കെ രാവിലെ എഴുന്നേറ്റ് പാട്ടുപാടുന്നു. ഏതൊരു പ്രഭാതത്തിലും നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്ന ശബ്ദമാണ് ഈ കിളികളുടെ ശബ്ദം. അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളുടെയൊക്കെ ശബ്ദം. ഇത് രാവിലെ സമയം പ്രകൃതി തന്നെ ഉണർന്നെഴുന്നേൽക്കുന്നതിൻ്റെ സൂചനയാണ്. ഈ പ്രഭാതം നമുക്ക് സമ്മാനിക്കുന്ന വലിയ ഒരു ചിന്തയുണ്ട്, ആത്മീയമായ ഒരു ചിന്ത. എന്താണ് ആ ചിന്ത? നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചിരുന്ന ഇരുളിൻ്റെ ആ ഗാഢത കുറഞ്ഞു കുറഞ്ഞു വന്ന് സാവധാനത്തിൽ പ്രകാശം നമ്മിലേക്ക് വ്യാപരിക്കുന്ന, പുതിയ ഉന്മേഷത്തോടെ ഉണർന്നെഴുന്നേറ്റ് വരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിന് സമ്മാനിക്കുന്ന ഒരു വലിയ സന്ദേശം ഈ പ്രഭാതം നമുക്ക് നൽകുകയാണ്. ഉദിച്ചുയരുന്ന സൂര്യനെ കാണിച്ചുകൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ്, നിനക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കും. നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കുവാൻ തുടങ്ങുന്നു. നീ ഇതേവരെ കിടന്നുറങ്ങുകയായിരുന്നു. നീ തന്നെ പ്രകാശമാകുവാൻ തുടങ്ങുന്നു. നീ തന്നെയല്ല, അനേകർക്ക് പ്രകാശമാകുവാൻ നിന്നെ ഞാൻ ഉപയോഗിക്കുവാൻ തുടങ്ങുന്നു. നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കുവാൻ തുടങ്ങുന്നു. ഒരു പുതിയ തുടക്കത്തിനായി ഞാൻ നിന്നെ ഒരുക്കുന്നു. ഈ വലിയ സന്ദേശമാണ് ദൈവം പ്രഭാതകാലത്ത് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് 119 സങ്കീർത്തനം 147 വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്തിനു വേണ്ടി? കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, അവിടുന്ന് എന്നെ എഴുന്നേൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്നത്തെ ദിവസം എങ്ങനെ അവിടുന്ന് എന്നെ ഉപയോഗിക്കുവാനായി ഒരുങ്ങുന്നു? ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? ഞാൻ ഇന്ന് പോകേണ്ടുന്ന പാത എന്താണ്? ഞാനിന്ന് എങ്ങനെ ജീവിക്കണം? കർത്താവെ, എൻ്റെ ജീവിതത്തെ അവിടുന്ന് വിശാലമാക്കുവാൻ ഏതു വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടുന്നത്? അനേകർക്ക് പ്രകാശമാകുവാൻ ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം ചെലവഴിക്കേണ്ടുന്നത്? ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത്? ഇത് ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. പഴയകാലത്ത് പിതാക്കന്മാരൊക്കെ അങ്ങനെ ചെയ്തവരായിരുന്നു. അതിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രഭാതം നമ്മെ വിളിച്ചറിയിക്കുന്ന വലിയ സത്യം അതുതന്നെയാണ്. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ എഴുന്നേൽപ്പ് ദൈവം നിനക്ക് സമ്മാനിക്കുന്നു. അത് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തിയെല്ലാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയ സുഖകരമായ നിദ്രയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഇന്നത്തെ ദിവസം ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ഞങ്ങളെ അവിടുന്ന് അറിയിക്കണമേ. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളെ അനുശാസിക്കുന്നത് പോലെ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
കർത്താവെ, ഒരു പുതിയ തുടക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് പകരമായി ഇന്നത്തെ ദിവസം കർത്താവെ ഒരു പുതിയ അനുഗ്രഹത്തിനായി ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഒരു പുതിയ തുടക്കം ഞങ്ങൾക്ക് സമ്മാനിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവരുടെ മനസ്സിൽ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകി അവരെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.